നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു പ്രത്യേകതയുള്ള ഒരാളുടെ അടുത്തേക്കാണ് കേട്ടോ. അതായത് പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരി പഞ്ചായത്തിലെ കോങ്ങാമ്പാറ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള സജു എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. ആ വീട്ടിലെ എന്താണ് പ്രത്യേകത എന്നുള്ളത് നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. ഇവിടെ വന്നപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം എന്ന് പറഞ്ഞത് നമ്മളെ നല്ല മുന്തിരി കൊലകളായിട്ട് കുറേ ഉണ്ട് കേട്ടോ. കുറേ എണ്ണം നമുക്ക് കാണാം. മുന്തിരി കുറേ കൊലകളുണ്ട്. ഇതിവിടെ വളർത്തുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സജീവനോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം. ചോദിക്കുന്ന മറ്റൊരു കാര്യം, ഇപ്പം ഇത് ഇത്രയും അധികം ഒരു 10-50 കൊലകൾ നമ്മൾ കാണുന്നത്, ഈ എല്ലാ ഇതും നിങ്ങൾ പൊട്ടിച്ച്, അതായത് മൂപ്പായി കഴിഞ്ഞാൽ അല്ല പഴുപ്പായി കഴിഞ്ഞാൽ മുഴുവൻ നിങ്ങൾ പൊട്ടിച്ചെടുക്കുക, എന്താ ചെയ്യുക? സാധാരണ നമ്മൾ കാണുമ്പോൾ സ്റ്റാർട്ടിങ് പഴുക്കുന്നത് മൊത്തം വലിക്കും, കുറച്ച് നിങ്ങൾ പൊട്ടിച്ചെടുക്കും. ഒരു 4-5 കൗതത്തില് വലിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ മൊത്തം കിളികളും അണ്ണാനും കുറെ വരും. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും. അതായത് പലതരം കിളികളും അണ്ണാനും കുറെ വരും. അപ്പൊ അത് കാണാൻ ഈ തെണ്ടത്ത് ഇവിടെ ഇരിക്കുമ്പോ തന്നെ നമുക്ക് കാണാം സന്തോഷം. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന ഹാപ്പിനെസ് ഗാർഡൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒപ്പം ഈ ഭൂമിയുടെ അവകാശികളായിട്ടുള്ള മറ്റ് ജീവികളുണ്ട്, അവർക്ക് കൂടിയുള്ള ഭക്ഷണം നൽകുക എന്ന് പറഞ്ഞാൽ മഹത്തായ കർമ്മ നൽകുക. കാരണം വേനലൊക്കെ ആയാൽ കിളികൾക്കൊക്കെ ഭക്ഷണവും വെള്ളവും കിട്ടാത്തൊരവസ്ഥ വരും. ആ സമയത്ത് ഇവിടെ ഇവർ ചെയ്യുന്നത്, ഈ മുന്തിരിയുടെ കിളികൾ വന്ന് കഴിക്കുന്നതോടൊപ്പം ചെറിയ പാത്രങ്ങളിലൊക്കെ വെള്ളവും വെച്ച് കൊടുക്കും. അപ്പോൾ കിളികൾക്ക് വെള്ളവും ഫ്രൂട്ടും കിട്ടുക എന്ന് പറയുമ്പോൾ കൂടുതൽ കിളികളെ ഇവിടേക്ക് ആകർഷിക്കും. അപ്പോൾ ആ ഒരു നല്ല ഉദ്യമത്തിന് കൂടി നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് സജു. ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ നോക്കാം. നമ്മൾ ഈ വീട്ടിലേക്ക് വരാനുള്ള കാരണം തന്നെ, വീട്ടിൽ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം, നിറയെ ചെടികളുണ്ട് കേട്ടോ. കുറഞ്ഞ സ്ഥലമാണെങ്കിലും, ചെറിയൊരു വീടാണ്, കുറഞ്ഞ സ്ഥലമാണ്, പക്ഷെ നിറയെ ചെടികളാണ്. വീടിനേക്കാൾ കൂടുതൽ സ്ഥലത്ത് ചെടികൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കൃഷി സ്നേഹിയാണ്, ചെടികളെ ഇഷ്ടപ്പെടുന്നതാണ്. സജുവിന് ഈ ചെടിയും കൃഷി അല്ലെങ്കിൽ ചെടികളോടൊക്കെ ഉള്ള ഇഷ്ടം ചെറുപ്പത്തിലുണ്ടോ, അതോ ഇപ്പോൾ അടുത്ത കാലത്ത് തുടങ്ങിയതാണോ? ഇല്ല, ചെറുപ്പത്തോട്ടേ ഉണ്ട്. ചെടി വളർത്തിക്കൊണ്ടിരുന്നു. മുമ്പ് കുറെ ഉണ്ടായിരുന്നു. കുറച്ച് നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്തപ്പോൾ ഒഴിവാക്കി. അപ്പൊ ഇപ്പൊ ഇവിടെ സാധാരണ വെള്ളം കുറഞ്ഞ ഏരിയയാണ് പാലക്കാട്. ഇതൊക്കെ ഉൾഭാഗത്തേക്ക് വെള്ളം കുറവുള്ള ഏരിയ. പക്ഷെ ഉള്ള വെള്ളം കൊണ്ട് ഇത്രയും നല്ല പച്ചപ്പ് നിലനിർത്തുന്ന മനസ്സ് വളരെ സന്തോഷമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും. കാരണം ഇപ്പൊ നിറയെ വലുതായി നിൽക്കുന്ന അല്ലെങ്കിൽ നാരങ്ങയുടെ ഒരു ചെടിയുണ്ട്. എല്ലാം വളരെ തളിർത്ത് ഉഷാറായി നിൽക്കുന്നു. ഈ മുന്തിരിയെ കുറിച്ച് പറയാനുള്ള, ഈ മുന്തിരി ഇപ്പൊ എത്ര കാലമായി ഇവിടെ വളർത്താൻ തുടങ്ങി? ഇത് ഒരു 7 കൊല്ലത്തിന്റെ അടുത്തുണ്ടാവും. നമ്മൾ ആ 7 കൊല്ലത്തിന് മുമ്പത്തെ ഒരു കൂട്ടുകാരൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചാണ്. ചെറിയൊരു കൊമ്പ് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചാണ്. പിന്നെ വലിയ മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാറില്ല. ഇടയ്ക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ അതാണ്. പിന്നെ ഇറച്ചി വെള്ളം, മീൻ കഴുകിയത് അതൊക്കെ ഒഴിച്ചു കൊടുക്കും. പിന്നെ ഒരു വർഷം 7 വർഷമായിരുന്നു. ആദ്യത്തെ വർഷം നിറയെ കായുണ്ടായി. ആദ്യ വർഷം കായുണ്ടായി. നല്ല എങ്ങനെയാ, മധുരം ഉണ്ടോ? മധുരം ഉണ്ടാവും, പുളിപ്പുണ്ടാവും. പുളിപ്പുണ്ട്. പക്ഷെ മുന്തിരി തണുപ്പ് സ്ഥലങ്ങളിൽ ഉണ്ടാവണം അത്ര ടേസ്റ്റ് വരില്ല. എന്നാലും നന്നായിട്ടുണ്ടാവും. നല്ല മൂപ്പായി പഴുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും. ഒരു തവണ ഈ മുന്തിരി ഇപ്പൊ ഇവിടെ ഈ മുന്തിരി വളർത്തിയിട്ട് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അത് രണ്ടാമത് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ കൊമ്പുകളൊക്കെ കട്ടായി കൊടുക്കും. ഈ പച്ചയുള്ളത് ഇതുപോലെ കറുപ്പുള്ളത് മാത്രം വിട്ടിട്ട് ഈ പച്ചയുള്ളത് വലിയ കൊമ്പ് നിർത്തും, ചെറിയ കട്ടായി കൊടുക്കും. പിന്നെയും വളം ഇട്ട് കൊടുക്കും. ചാണകം അങ്ങനെ കലക്കി കൊടുത്താൽ മതി. പിന്നെ അതിൽ കൂടി പുതിയ തുമ്പ് മുട്ടി വരുമ്പോൾ പൂവിട്ട് കായും വരും. നമുക്ക് കിട്ടാത്ത മുന്തിരി പൊളിക്കുന്ന പോലെ, പക്ഷെ ഇത് കിട്ടുന്ന മുന്തിരിയാണ്. ഇത് ഇത്രയും അടുത്തൊക്കെ കൊലകൾ ധാരാളമുണ്ട്. നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദ് വരും. ഇവിടുത്തെ ചൂട് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ ജോലി എന്താ? ഞാനിവിടെ ഒരു ജയന്തി വേണ്ട ഒരു കമ്പനിക്ക് പണിക്ക് പോകാൻ പ്ലാന്റ് ഓപ്പറേറ്റർ. ഇപ്പൊ ഈ ജോലി കഴിഞ്ഞ് വരുന്ന സമയം, അധിക സമയം ഈ ചെടി പരിപാലനത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ടോ? നല്ലൊരു ഹാപ്പിനെസ് ആയിരിക്കും, ഫ്രീ മൈൻഡ് ആയിരിക്കും. അതെ, ഒന്നും ടെൻഷനോ ഒന്നും ഉണ്ടാവില്ല. ഞാനെന്താ വെച്ചാലേ, ഞാൻ എപ്പോഴും എൻ്റെ വീടിൻ്റെ അതിലിങ്ങനെ പോകുന്ന ആളാണ്. അപ്പം എൻ്റെ ചെടികൾ കണ്ടിട്ട് എന്നോട് സംശയം ചോദിക്കാനൊക്കെ വരുമ്പോൾ, കാരണം ഒന്ന് ജസ്റ്റ് വീട്ടിൽ വരാമെന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ മറ്റുള്ള ആളുകൾ, ഇതേപോലെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകൾ, പഠിച്ച ആളുകൾ, അല്ലെങ്കിൽ മറ്റ് ആളുകളോട് എന്താ പറയാനുള്ളത്? ഈ ജോലി സമയം കഴിഞ്ഞ് അധികം ആൾക്കും ടെൻഷനായിട്ട് അല്ലെങ്കിൽ ഏത് നേരം ഫോൺ നോക്കിയിരിക്കുക എന്നുള്ള അവസ്ഥ. അപ്പോൾ നമ്മൾ ഫോൺ നോക്കണം, വേണ്ടാന്നല്ല, പക്ഷെ അതിൻ്റെ ഇടയിലും നമുക്ക് എന്ത് ചെയ്യണം എന്നാണ് അവരോട് പറഞ്ഞു കൊടുക്കാറുള്ളത്. നമുക്ക് പറയാനുള്ളത്, ഫോണിൽ അധികം അഡിക്റ്റ് ആകണ്ട. അതിനേക്കാളും നല്ലത് ഇതുപോലെ കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക. വീട്ടുകാർക്കും സമയം പോവും, നമുക്കും കുറേ സമയം സ്പെൻഡ് ചെയ്യാം.
പിന്നെ നല്ല ഹാപ്പി മൈൻഡാണ്. ചെടികളിലൊക്കെ നോക്കിയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് സമയം പോകുന്നതിന്റെ പുറമെ നമുക്ക് വളരെ സന്തോഷം കിട്ടും. ഈ സൈക്കിളിൻ്റെ വീലാണ്. സൈക്കിളിന്റെ വീല് ഇത് എന്താണ് അതിന്റെ പരിപാടി? എൻ്റെ പരിപാടി നമ്മൾ ആക്രിക്കടയിലിരുന്ന് എടുത്തതാണ്. ഒരു 200 റുപ്യ കൊടുത്തിട്ട്. പിന്നെ ഒരു ഭംഗിക്ക് കളർ അടിച്ച് ഒരു മുള വെച്ച് സെറ്റ് ആക്കിയിട്ട് ഇത് ഹാങ്ങിങ് ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ മേലെ തൂക്കാൻ വേണ്ടിട്ടല്ലേ? തൂക്കാൻ വേണ്ടി.